പ്രതിപക്ഷ ദേശീയ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് ബന്ദായി. പണിമുടക്കിൽ വലഞ്ഞ ജനം ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായി. കെഎസ്ആർടിസിയിലെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും പണിമുടക്കി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പണിമുടക്കിൽ തുറന്നു പ്രവർത്തിച്ച ഹോട്ടൽ 50ഓളം വരുന്ന സംഘം അടിച്ചു തകർത്തു. പടിഞ്ഞാറേ നടയിലെ വസ്ത്രസ്ഥാപനത്തിലെ സാധനങ്ങൾ റോഡിലേക്ക് എറിഞ്ഞു. പട്ടിക്കാട് തുറന്നു പ്രവർത്തിച്ച സൂപ്പർ മാർക്കറ്റ് സമരാനുകൂലികൾ അടപ്പിച്ചു. പാലിയേക്കര ടോൾ പിരിവിൽ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ വിമർശനം. ടോൾ പിരിവ് നിർത്തലാക്കുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ്. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുവാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് കെ രാധാകൃഷ്ണൻ MP. കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സമയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത്. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്നുണ്ടായ അപകടം. തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ദമ്പതികളിൽ ഭാര്യ മരിച്ചു. വെള്ളാങ്കല്ലൂർ സ്വദേശിനി ജയശ്രീയാണ് മരിച്ചത്. ഗുരുവായൂർ തൈക്കാട് ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ചാവക്കാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി സ്വദേശി അൻസാറാണ് അറസ്റ്റിലായത്. കാലം ചെയ്ത ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പോലീത്തയുടെ കബറടക്കം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെ നടക്കും. മാർത്തുമറിയം പള്ളി അങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിലാണ് ഖബറടക്കം. പൊതുദർശനം തുടരുന്നു. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ പ്രതിപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് ജില്ലയിൽ ഹർത്താലിന്റെ പ്രതീതിയായി. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ഏതാനും KSRTC ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. ടാക്സികൾ നിരത്തിലിറങ്ങിയില്ല. നഗരത്തിലെ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചില്ല. തുറന്നു പ്രവർത്തിച്ച കടകൾ ചിലയിടങ്ങളിൽ സമരാനുകൂലികൾ അടപ്പിച്ചു. ചിലയിടത്ത് വാഹനങ്ങൾ തടയുകയും ചെയ്തു. പണിമുടക്കിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങൾ നടന്നു. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വാക്കും ഡയസ്നോണും ഫലം കണ്ടില്ല. KSRTCയിലെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും പണിമുടക്കി. വലഞ്ഞ് യാത്രക്കാർ. പണിമുടക്കിന് സംഘടനകൾ മുൻകൂട്ടി നോട്ടീസ് നൽകിയിട്ടില്ലെന്ന വാദമുയർത്തിയാണ് ദേശീയ പണിമുടക്കാണെങ്കിലും KSRTC സംസ്ഥാനത്ത് സർവീസുകൾ നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞത്. എന്നാൽ മന്ത്രിയുടെ വാക്കോ സർക്കാർ പ്രഖ്യാപിച്ച ഡയസ്നോണോ മേഖലയിൽ ഫലം കണ്ടില്ല. BMS ഒഴികെയുള്ള എല്ലാ സംഘടനകളും പണിമുടക്കി. ഇതോടെ പൊതുഗതാഗത സംവിധാനം നിശ്ചലമായി. യാത്രക്കാർ ശരിക്കും വലഞ്ഞു. കഴിഞ്ഞ ദിവസമേ യാത്ര ആരംഭിച്ചവരും ദീർഘദൂര യാത്രക്കാരുമാണ് കൂടുതലായും ദുരിതത്തിലായത്. മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ചവരും കൂട്ടത്തിലുണ്ടായി. ഒടുവിൽ ഇവർക്ക് ആശ്വാസമായത് പണിമുടക്കിൽ നിന്നും വിട്ടുനിന്ന BMS സംഘടനയിലെ ജീവനക്കാരുടെ സേവന തൽപരതയാണ്. ഇത്തരത്തിൽ തൃശൂരിൽ നിന്ന് ആരംഭിച്ചതും മറ്റ് ജില്ലകളിൽ നിന്നെത്തിയതുമായ സർവീസുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും സ്റ്റേഷനിൽ വന്നുപെട്ടവർക്ക് അനുഗ്രഹമായി. വന്ന വഴിക്ക് തടസ്സങ്ങൾ ഒരു കുഴപ്പമുണ്ടായില്ല. ഒരു തടസ്സമില്ല. 2-3 ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കുഴപ്പമില്ല. പോലീസിന്റെ സുരക്ഷ ഉണ്ടായിരുന്നു. വരുന്നുണ്ട്. സ്ത്രീകളും പ്രായമായവരുമായ പലർക്കും യാത്ര തുടരാൻ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വന്നു. ഞാൻ എറണാകുളത്ത് നിന്നായിരുന്നു വന്നത്. ഞാൻ പാലക്കാട്ടിലോട്ട് പോകും. സമരം അറിയായിരുന്നു. പക്ഷെ ഇന്നലത്തെ സാഹചര്യം മൂലം പോകേണ്ടി വന്നു. ബസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ കുറച്ചു നേരമായി കാണാൻ. ഏകദേശം 2 മണിക്കൂറിനടുത്തായി. ആ സൈഡിലോട്ട് വന്നിട്ടില്ല. തൃശൂർ ബസ് സ്റ്റാൻഡിൽ സർവീസ് നടത്തിയ ബസ് സമരാനുകൂലികൾ തടഞ്ഞിരുന്നു. എന്നാൽ പോലീസ് സംരക്ഷണയിൽ തുടർന്നും പല ദീർഘദൂര സർവീസുകളും നടന്നു. തൃശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തെ പേട്ടയിൽ ചുരുക്കം ചില ഓട്ടോറിക്ഷകളും സർവീസ് നടത്തി. ഇതും യാത്രക്കാർക്ക് സഹായകരമായി. രാജ്യത്തെ പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് ഹർത്താലിന് സമാനമായി ജില്ലയിൽ മാറിയപ്പോൾ നഗരത്തിലടക്കം വന്നെത്തിയ ദീർഘദൂര യാത്രക്കാർക്കടക്കം KSRTCയുടെ സർവീസുകൾ അനുഗ്രഹമായി മാറി. തൃശൂർ KSRTC ഡിപ്പോയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. തൃശൂർ മേയർ MK വർഗീസിന്റെ വാഹനം CITU പ്രവർത്തകർ തടഞ്ഞു. അങ്കമാലിയിൽ വെച്ചാണ് വാഹനം തടഞ്ഞത്. പിന്നീട് പോലീസ് ഇടപെട്ട് വാഹനം വഴിതിരിച്ചുവിട്ടു. കേന്ദ്ര ഗവൺമെന്റിന്റെ മുതലാളിത്ത നയങ്ങൾ തിരുത്തിക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് സമരമെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MK കണ്ണൻ പറഞ്ഞു. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിൽ നടത്തിയ പ്രകടനവും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 8 മണിക്കൂർ തൊഴിലെന്നത് തിരുത്തണമെന്നാവശ്യപ്പെട്ട് മുതലാളിമാരും അവർക്ക് വേണ്ടി വാദിക്കുന്ന ഗവൺമെന്റും ശ്രമിക്കുകയാണെന്നും
MK കണ്ണൻ പറഞ്ഞു. AITUC നേതാവ് M രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായ UP ജോസഫ്, PK ഷാജൻ, MK തങ്കപ്പൻ, മോഹൻദാസ് എടക്കാടൻ, ജെറിൻ ജോൺ, മീര നായർ തുടങ്ങിയവർ സംസാരിച്ചു. CMS സ്കൂൾ പരിസരത്ത് നിന്ന് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ പ്രകടനത്തിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. UDTFന്റെ നേതൃത്വത്തിൽ CMS സ്കൂൾ പരിസരത്ത് നിന്ന് AG's ഓഫീസിലേക്കും പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ തോമസ്, CV കുര്യാക്കോസ്, പ്രസാദ് പുലിക്കോട്ടിൽ, ഷാഹുൽ ഹമീദ്, KC രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. FITU ASCT സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലും തൃശൂരിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. TCV തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പണിമുടക്കിൽ തുറന്നു പ്രവർത്തിച്ച ഹോട്ടൽ 50ഓളം വരുന്ന സംഘം അടിച്ചു തകർത്തു. പടിഞ്ഞാറ് നടയിലെ ഹോട്ടൽ സൗപർണികയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ഹോട്ടലിന് മുന്നിലെ ചില്ലുവാതിലും ക്യാഷ് കൗണ്ടറുമാണ് തകർത്തത്. പ്രകടനം കഴിഞ്ഞെത്തിയ 50ഓളം വരുന്ന സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ജീവനക്കാർ പറഞ്ഞു. രാവിലെ ലോഡ്ജിലത്തെ കുറച്ച് ഭക്ഷണത്തിന്റെ ഓർഡർ ഉണ്ടായിരുന്നു. നമ്മളിതിന് മുകളിൽ ലോഡ്ജ് അത് നേരത്തോടെ ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ആൾക്കാർ പിന്നെ പുറത്തുനിന്ന് വന്നിട്ട് കഴിക്കാൻ വന്നു. പിന്നെ നമുക്ക് അവരോട് മാത്രം ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കൊടുത്തുകൊണ്ടിരിക്കുന്ന അപ്പോഴാണ് അവിടെ പ്രകടനം കണ്ടത്. പ്രകടനം കണ്ടപ്പോൾ കട അടക്കാൻ പറഞ്ഞു, കട അടപ്പിച്ചു. പക്ഷേ ഉള്ള ആൾക്കാർ ഇറങ്ങി പോവാണ്. ഇതിനുള്ളിലാണ് ഈ സംഭവം ഉണ്ടായത്. പിന്നെ പെട്ടെന്നുള്ളതിൽ നമ്മൾ ഒന്ന് പകച്ച്, പിന്നെ അമ്പലത്തിൻ്റെ അവിടെ സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ല. നമ്മളോട് മുൻകൂട്ടി വന്ന് പറഞ്ഞില്ല. സാധാരണ പറയാറുണ്ട്, പറയണ നമ്മളത് ഇതാകാറുണ്ട്. പക്ഷെ അമ്പലത്തിൻ്റെ അവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഉണ്ടാവാറില്ല. ഹോട്ടലിനോട് ചേർന്ന് ലോഡ്ജ് പ്രവർത്തിക്കുന്നുണ്ട്. ലോഡ്ജിൽ താമസക്കാർക്കും ജീവനക്കാർക്കും വേണ്ടിയാണ് ഭക്ഷണം തയ്യാറാക്കിയത്. ഇതിനിടയിൽ വിശന്നു വലഞ്ഞെത്തിയ ഭക്തർക്കും ഭക്ഷണം നൽകി. ഈ സമയത്താണ് ആക്രമണം നടന്നത്. ആക്രമണം കണ്ട് ഭക്ഷണം കഴിച്ചിരുന്നവർ ഇറങ്ങിയോടി. ടെമ്പിൾ SHO OG അജയകുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി. പോലീസ് കാവലിൽ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയെങ്കിലും ഉടമ തയ്യാറായില്ല. ബാക്കി വന്ന ഭക്ഷണം സേവാഭാരതിയുടെ സഹായത്തോടെ ക്ഷേത്രനടയിലെത്തിയ ഭക്തർക്ക് വിതരണം ചെയ്തു. ഹോട്ടലിന് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 5 പേർക്കെതിരെ കേസെടുത്തതായി പോലീസ് പറഞ്ഞു. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ ഭക്തരെ പണിമുടക്ക് വലച്ചു. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ നിന്നുള്ള സർവീസുകൾ നടത്തിയില്ല. മറ്റ് ഡിപ്പോകളിൽ നിന്നുള്ള ദീർഘദൂര ബസ്സുകൾ എത്തി തിരിച്ചുപോയി. രാവിലെയുള്ള സർവീസുകളിൽ വിരലിലെണ്ണാവുന്ന യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഓഫീസിൽ ജീവനക്കാർ കുറവായിരുന്നു. KSRTCയുടെ യാത്രാ ഫ്യൂവൽസ് പെട്രോൾ പമ്പ് തുറന്നു പ്രവർത്തിച്ചു. നിരത്തിലിറങ്ങിയ ടൂറിസ്റ്റ് വാഹനങ്ങൾ പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞു. ക്ഷേത്രനടയിൽ തുറന്നു പ്രവർത്തിപ്പിച്ച ഹോട്ടൽ അടക്കമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ സമരക്കാർ അടപ്പിച്ചു. അടയ്ക്കാൻ വിസമ്മതിച്ച സ്ഥാപനങ്ങളിലെ സാധനങ്ങൾ സമരക്കാർ റോഡിലെറിഞ്ഞു. പടിഞ്ഞാറ് നടയിൽ ഇന്നർ റിംഗ് റോഡിൽ ഉള്ള ശാസ്ത സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിലെ വസ്ത്രങ്ങളാണ് റോഡിലേക്ക് എറിഞ്ഞത്. നടപ്പുരകളിലെ കടകളും തുറക്കാൻ അനുവദിച്ചില്ല. കാലങ്ങളായി ബന്ദ്, ഹർത്താൽ ദിവസങ്ങളിൽ പോലും ഈ കടകൾ അടപ്പിക്കാറുണ്ടായിരുന്നില്ല. ദേവസ്വത്തിന്റെ പാഞ്ചജന്യം കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലും തുറന്നു പ്രവർത്തിച്ചില്ല. ഭക്ഷണം കിട്ടാതെ വലഞ്ഞ ഭക്തർക്ക് ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ട് അനുഗ്രഹമായി. സാധാരണ തയ്യാറാക്കുന്ന പ്രസാദ ഊട്ടിന്റെ ഇരട്ടിയാണ് തയ്യാറാക്കിയത്. 16 വിവാഹങ്ങൾ ക്ഷേത്രസന്നിധിയിൽ നടന്നു. 500ഓളം കുട്ടികൾക്ക് ചോറൂണ് നൽകി. ട്രെയിനിനെയാണ് ഭക്തർ കൂടുതലായി ആശ്രയിച്ചത്. പണിമുടക്ക് അനുകൂലികൾ നഗരത്തിൽ പ്രകടനം നടത്തി. കിഴക്കേ നടയിൽ നിന്നാരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പടിഞ്ഞാറ് നടയിൽ സമാപിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. പട്ടിക്കാട് പീച്ചി റോഡിൽ തുറന്നു പ്രവർത്തിച്ച സൂപ്പർ മാർക്കറ്റ് സമരാനുകൂലികൾ അടപ്പിച്ചു. ജീവനക്കാരന് നേരെയും ദൃശ്യം പകർത്താനെത്തിയ CTV വാർത്താ സംഘത്തിന് നേരെയും കയ്യേറ്റ ശ്രമം നടന്നു. ക്യാമറയിലെ ദൃശ്യങ്ങൾ ബലം പ്രയോഗിച്ച് നശിപ്പിച്ചു. സമൃദ്ധി സൂപ്പർമാർക്കറ്റിലാണ് സമരാനുകൂലികൾ അതിക്രമം നടത്തിയത്. തുറന്നു പ്രവർത്തിക്കുകയായിരുന്ന സ്ഥാപനം സമരക്കാർ ബലമായി അടപ്പിക്കുകയും സ്ഥാപനത്തിലെ ജീവനക്കാരനായ അജിത്തിനെ മർദ്ദിക്കുകയും സാധനങ്ങൾ തട്ടിമറിച്ചിടുകയും ചെയ്തു. ഈ സമയം അതുവഴി വന്ന CTV വാർത്താ സംഘം അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ സമരക്കാർ ദൃശ്യങ്ങൾ പകർത്തുന്നത് തടയുകയും ബലം പ്രയോഗിച്ച് ക്യാമറയിലെ ദൃശ്യങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു. CTV വാർത്താ സംഘത്തിലെ ജോസഫ്, മോൻസ് എന്നിവർക്ക് നേരെയാണ് കയ്യേറ്റം ഉണ്ടായത്. സമരക്കാരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരൻ പീച്ചി പോലീസിൽ പരാതി നൽകി.
പാലിയേക്കര ടോൾ പിരിവിൽ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ വിമർശനം. റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമെങ്കിൽ എന്തിന് ജനങ്ങൾ ടോൾ നൽകണമെന്ന് ഹൈക്കോടതി ചോദിച്ചു. ടോൾ പിരിക്കുന്നവർക്ക് മികച്ച റോഡ് ഉറപ്പാക്കാൻ ഉത്തരവാദിത്തമുണ്ടെന്നും കോടതി പറഞ്ഞു. പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തലാക്കുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. ടോൾ നൽകുന്ന യാത്രക്കാരുടെ സൗകര്യം പ്രധാനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. തടസ്സം കൂടാതെ പാത ഉപയോഗിക്കാൻ കഴിയണം. ഗതാഗത യോഗ്യമല്ലെങ്കിൽ ടോൾ പിരിക്കുന്നതിൽ കാര്യമില്ലെന്നും കോടതി പറഞ്ഞു. അതേസമയം പ്രശ്നപരിഹാരത്തിന് ഒരാഴ്ച കൂടി ദേശീയപാത അതോറിറ്റി സമയം തേടി. കേസ് വീണ്ടും ഈ മാസം 16-ന് പരിഗണിക്കും. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുവാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി കെ രാധാകൃഷ്ണൻ MP. വിഷയത്തിൽ ഇനിയും കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സമയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. വിദേശകാര്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നടത്താൻ ശ്രമിക്കുന്നുണ്ടെന്നും MP അറിയിച്ചു. ജൂലൈ 16-നാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത്. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്ന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ദമ്പതികളിൽ ഭാര്യ മരിച്ചു. വെള്ളാങ്കല്ലൂർ എരുമത്തടം ഫ്രണ്ട്സ് നഗർ സ്വദേശി ത്രികോവിൽ വീട്ടിൽ രവീന്ദ്രൻ ഭാര്യ 60 വയസ്സുള്ള ജയശ്രീയാണ് മരിച്ചത്. രവീന്ദ്രനും പൊള്ളലേറ്റ് ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമാണ് അപകടം നടന്നത്. രാവിലെ ചേർപ്പിലെ ബന്ധുവീട്ടിൽ പിറന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഇരുവരും വീട്ടിൽ കയറി ലൈറ്റ് ഓണാക്കിയപ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിച്ചാകാമെന്നാണ് കരുതുന്നത്. വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ രണ്ടും പുറത്താണ് വെച്ചിട്ടുള്ളത്. ഗ്യാസ് ലീക്കായി വീടിനകത്ത് മൊത്തം നിറഞ്ഞിരുന്നതായാണ് അനുമാനം. വീടിന്റെ മുൻവശത്തെ ഇരുമ്പ് വാതിലടക്കം തകർന്നിട്ടുണ്ട്. ഗുരുവായൂരിൽ 124 ഗ്രാം 680 മില്ലിഗ്രാം ഹാഷിഷ് ഓയിലുമായി യുവാവിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി ചൊവ്വല്ലൂർ സ്വദേശി കറുപ്പം വീട്ടിൽ അൻസാറിനെയാണ് ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CJ റിൻഡോയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. തൈക്കാട് പള്ളി റോഡിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത്. പാന്റിന്റെ പോക്കറ്റിൽ നിന്നാണ് പ്രത്യേകം പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ചിരുന്ന ഹാഷിഷ് ഓയിൽ പിടികൂടിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ സ്കൂട്ടറിൽ നിന്ന് 2 ഡെപ്പികളിലായി സൂക്ഷിച്ച ഓയിലും പിടിച്ചെടുത്തു. ചെറിയ ഡെപ്പിയിൽ 1 ഗ്രാം വരുന്ന ഹാഷിഷ് ഓയിൽ നിറച്ച് 1500 രൂപയ്ക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നു ഇയാളുടെ പതിവെന്ന് എക്സൈസ് പറഞ്ഞു. ഇതിനാവശ്യമായ 60ഓളം കാലി ഡെപ്പികളും സ്കൂട്ടറിൽ നിന്നും കണ്ടെടുത്തു. സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിശോധന ശക്തമാക്കിയപ്പോഴാണ് അൻസാർ എന്ന യുവാവ് 124 ഗ്രാമോളം വരുന്ന ഹാഷിഷ് ഓയിലുമായിട്ട് പിടികൂടിയിട്ടുള്ളത്. ടിയാൻ മുമ്പും കുന്നംകുളം റേഞ്ച് ഓഫീസിൻ്റെ പരിധിയിലെ 1 കിലോയിലധികം കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതിയായിരുന്നു. ടിയാൻ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലെല്ലാം ലഹരി വിൽപ്പന വ്യാപകമായിട്ട് നടത്തി വരുന്നുണ്ടായിരുന്നു എന്ന് ടിയാനെ പിടിച്ചപ്പോൾ ടിയാൻ എന്നറിയാൻ സാധിച്ചു. ഇയാൾ നേരത്തെ 1.5 കിലോ കഞ്ചാവുമായി അറസ്റ്റിലായിരുന്നു. ഈ കേസിൽ 55 ദിവസത്തെ ജയിൽവാസം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് മയക്കുമരുന്ന് കേസിൽ വീണ്ടും പിടിയിലാകുന്നത്. തീരദേശ മേഖലയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പ്രതിയെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. TCV ഗുരുവായൂർ. കാലം ചെയ്ത ഡോക്ടർ മാർ അപ്രേം മെത്രാപ്പോലീത്തയുടെ ഖബറടക്കം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ തൃശൂരിൽ നടക്കും. മാർത്തുമറിയം പള്ളിയങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിലാണ് ഖബറടക്കം. രാവിലെ 10-ന് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. 11-ന് നഗരി കാണിക്കൽ നടക്കും. ഉച്ചയ്ക്ക് 1-ന് നടക്കുന്ന ഖബറടക്ക ചടങ്ങുകൾക്ക് ആർച്ച് ബിഷപ്പ് മാർ ഔഗിൻ കുര്യാക്കോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മാർത്തുമറിയം വലിയ പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഖബറടക്കം നാളെ രാവിലെ 9 മുതൽ TCVയിൽ തത്സമയം സംപ്രേഷണം ചെയ്യും. ദൈവാനുഗ്രഹമുള്ള പിതാവാണ് മാർ അപ്രേം മെത്രാപ്പോലീത്തയെന്നും അദ്ദേഹത്തിന്റെ വേർപാട് അഗാധമായ ദുഃഖമാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. മാർ അപ്രേം മെത്രാപ്പോലീത്തയുടെ ഭൗതിക ശരീരത്തിൽ അന്തിമോപചാരം അർപ്പിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുപാട് പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. വിവിധ ഭാഷകളിൽ, ഇംഗ്ലീഷിലും മലയാളത്തിലും ഉൾപ്പെടെയുള്ള നിരവധി ഭാഷകളിൽ 72ഓളം പുസ്തകങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2-3 പുസ്തകങ്ങൾ 50-ലേറെ ഭാഷകളിൽ, ലോകഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. അപ്പോൾ ലോകം എല്ലായിടത്തും അറിയപ്പെടുന്നൊരു ഗ്രന്ഥകാരൻ കൂടിയായിരുന്നു. വളരെ നർമ്മത്തോടു കൂടി ജീവിതത്തെ നോക്കിക്കണ്ട ഒരാളായിരുന്നു. അചഞ്ചലമായ ദൈവവിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ നിർവഹിക്കുമ്പോൾ തന്നെ
വളരെ സറ്റേറിക്കായി പൊതുസമൂഹത്തെ നോക്കിക്കാണുകയും ബിഷപ്പ് ജോക്സ് എന്നുള്ള പേരിലൊക്കെയുള്ള വളരെ രസകരമായ പുസ്തകങ്ങളെല്ലാം എഴുതി ശ്രദ്ധേയനായ ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വേർപാടിൽ അഗാധമായ ദുഃഖം ഞാൻ പ്രകടിപ്പിക്കുന്നു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. കീം പരീക്ഷാ ഫലം ഹൈക്കോടതി റദ്ദാക്കി. പരീക്ഷയുടെ പ്രോസ്പെക്ടസ് പുറത്തിറക്കിയ ശേഷം വെയിറ്റേജ് മാറ്റിയത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ജസ്റ്റിസ് DK സിംഗിൻ്റേതാണ് ഉത്തരവ്. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷയുടെ റാങ്ക് നിർണയ രീതി CBSE സിലബസ് വിദ്യാർത്ഥികളെ ദോഷകരമായി ബാധിക്കുന്നതായി ചൂണ്ടിക്കാട്ടുന്ന ഹർജിയിലാണ് വിധി. പ്രവേശന നടപടി തുടങ്ങാനിരിക്കെയാണ് സർക്കാരിന് ഇത്തരത്തിലുള്ള തിരിച്ചടി. നടപടിയിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുമെന്ന് സർക്കാർ അറിയിച്ചു. മരോട്ടിച്ചാൽ ചീരക്കുണ്ടിൽ കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ചീരക്കുണ്ട് സ്വദേശി സോമന്റെ കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങി. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. 2 മണിക്കൂറോളം തോട്ടത്തിൽ നിലയുറപ്പിച്ച കാട്ടാന പകുതി മൂപ്പായതും കുല വെട്ടാറായതുമായ നിരവധി വാഴകൾ നശിപ്പിച്ചു. പ്രദേശത്ത് വൈദ്യുതി വേലിയുണ്ടെങ്കിലും അത് മറികടന്നാണ് കാട്ടാന എത്തിയതെന്ന് പറയുന്നു. ഏതാനും നാളുകൾക്ക് ശേഷം വീണ്ടും കാട്ടാന ഇറങ്ങിയതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ്. CPI ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. 10 മുതൽ 13 വരെയാണ് ഇരിങ്ങാലക്കുട നഗരസഭാ ഹാളിൽ CPI ജില്ലാ സമ്മേളനം നടക്കുന്നത്. നാളെ വൈകിട്ട് 5-ന് ഇരിങ്ങാലക്കുട അയ്യങ്കാവ് മൈതാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകും. പൊതുസമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. 11-ന് നടക്കുന്ന പൊതുസമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളിൽ CPIയുടെ ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഈ മാസം കൈമാറും. പ്രത്യേക അന്വേഷണ സംഘം ADGP H വെങ്കിടേഷിനാണ് റിപ്പോർട്ട് കൈമാറുക. പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്നാണ് സംഘം അന്വേഷിച്ചിരുന്നത്. അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തിരുന്നു. 2024-ൽ പൂരം അലങ്കോലപ്പെട്ടതിനെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ചത്. തൃശൂർ പാലക്കാട് റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഭാഗികമായി തുടരുന്നു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് മുടിക്കോട് സർവീസ് റോഡിൽ ഗതാഗത നിയന്ത്രണം. പാലക്കാട് ഭാഗത്തേക്ക് വരുന്ന വലിയ വാഹനങ്ങൾ വടക്കാഞ്ചേരി ഷൊർണൂർ വഴിക്കും ചെറിയ വാഹനങ്ങൾ പാണഞ്ചേരി ചെമ്പൂത്ര വഴിയും യാത്ര ചെയ്യണമെന്നാണ് പോലീസ് നിർദ്ദേശം. ദേശീയ പണിമുടക്ക് ദിനത്തിൽ റോഡിലെ കുഴികൾ അടച്ച് പൊതുമരാമത്ത് വകുപ്പിലെ തൊഴിലാളികൾ. തൃശൂർ നടത്തറ റോഡിൽ മൂസ്പെറ്റ് ജംഗ്ഷനിലെ കുഴികളാണ് പണിമുടക്ക് ദിവസം അടച്ചത്. ഏറെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഇവിടെ പണിമുടക്ക് ദിവസം വാഹന തിരക്ക് കുറവായതിനാലാണ് ഡിവിഷൻ കൗൺസിലർ മേഴ്സി അജിയുടെ നേതൃത്വത്തിൽ കുഴിയടക്കൽ നടത്തിയത്. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്ക് നടക്കുമ്പോഴാണ് ഒരു കൂട്ടം തൊഴിലാളികൾ കർമ്മനിരതരായി പൊതുജനങ്ങളുടെയും യാത്രാ ദുരിതം പരിഹരിക്കാനിറങ്ങിയത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മതിലകം പഞ്ചായത്തിലെ പൊക്ലായിൽ താമസിക്കുന്ന 5 നാടോടി കുടുംബങ്ങൾക്ക് വീട് ഒരുങ്ങുന്നു. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ടെന്റ് കെട്ടി താമസിച്ചിരുന്ന കുടുംബങ്ങളാണ് സ്വന്തം വീടിന്റെ തണലിലേക്ക് ജീവിതത്തെ പറിച്ചു നടാൻ ഒരുങ്ങുന്നത്. മതിലകം പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 5 കുടുംബങ്ങൾക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നൽകുന്നത്. സോഷ്യൽ മീഡിയയിലും പത്രദൃശ്യമാധ്യമങ്ങളിലും നാടോടി കുടുംബങ്ങളുടെ ദുരിത ജീവിതം വാർത്തയായിരുന്നു. ഇതോടെയാണ് മതിലകം ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഇവർക്ക് വീടൊരുക്കാൻ പദ്ധതിയിട്ടത്. ഈ കുടുംബങ്ങളെ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും വീട് വയ്ക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനുള്ള ശ്രമം ആരംഭിക്കുകയുമായിരുന്നു. മാള പഞ്ചായത്തിൽ വീട് നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം പീപ്പിൾസ് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ് നൽകിയിരിക്കുന്നത്. ഓരോ കുടുംബത്തിനും 4 സെന്റ് ഭൂമി വീതം
രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ഇതിനോടകം പൂർത്തീകരിക്കുകയും ചെയ്തു. നാടോടി കുടുംബങ്ങൾക്ക് വേണ്ടി മാള ഗ്രാമപഞ്ചായത്തിൽ പീപ്പിൾ ഫൗണ്ടേഷൻ്റെ കീഴിൽ തന്നെ ഓരോ കുടുംബത്തിനും 4 സെൻറ്റ് വീതം 5 കുടുംബത്തിന് 20 സെൻറ്റ് സ്ഥലം കണ്ടെത്തി അവർക്ക് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപയും വീടിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും 4 ലക്ഷം രൂപയും പഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ സുരക്ഷിതമായ ഒരു ഭവനം ഒരുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഓരോ വീടിനും 4 ലക്ഷം രൂപയാണ് ലൈഫ് പദ്ധതിയിലൂടെ അനുവദിച്ചിട്ടുള്ളത്. വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. വെള്ളിയാഴ്ച ഭൂരേഖാ കൈമാറ്റം മന്ത്രി MP രാജേഷ് നിർവഹിക്കും. ഈ കുടുംബങ്ങളെ അതിദരിദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഇപ്പോൾ ഈ കുടുംബങ്ങൾക്ക് ഭക്ഷ്യസാധനങ്ങൾ നൽകുകയും ചെയ്തുവരുന്നുണ്ട്. TCV ന്യൂസ്, കയ്പമംഗലം. പാറേമ്പാടം അഗതിയൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP പ്രകടനവും നിൽപ്പ് സമരവും നടത്തി. റോഡിലെ കുഴികളിൽ തുണി അലക്കിക്കൊണ്ട് BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ പ്രതിഷേധ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MB വിനോദ് അധ്യക്ഷത വഹിച്ചു. BJP കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പുഴങ്കര, ട്രഷറർ KV വിഗീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ബന്ദ് പ്രഖ്യാപിച്ചു, അത് മുൻകൂട്ടി പ്രഖ്യാപിച്ചു എന്ന് LDF സഖ്യകക്ഷികൾ ജനങ്ങളെ ഏതൊക്കെ. വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ വനമഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര GUP സ്കൂൾ, കൊടകര ഗവൺമെന്റ് സ്കൂൾ എന്നിവിടങ്ങളിൽ പരിസ്ഥിതി വിഷയമാക്കി ചിത്രരചനാ മത്സരം, മേച്ചുറ മാപ്പ് സ്കൂൾ, കരുവന്നൂർ സെന്റ് ജോസഫ് സ്കൂൾ, മറ്റത്തൂർ ശ്രീകൃഷ്ണ സ്കൂൾ എന്നിവിടങ്ങളിൽ പരിസ്ഥിതി ക്വിസ് മത്സരം തുടങ്ങിയവ സംഘടിപ്പിച്ചു. കവല, ആനപ്പാന്തം, കനകമല വനസംരക്ഷണ സമിതികളുടെ നേതൃത്വത്തിൽ ആദിവാസി ഉന്നതികളിലും കനകമലയിലും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ക്യാമ്പയിനും സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജിന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടികളിൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KP സന്തോഷ്, രാജേഷ് ജോർജ്, അനൂപ്, ലിനേഷ്, ജോബി, ബൈജു, BFOമാരായ ഐശ്വര്യ, വിത, ജിൻഷ, സനു, വനസംരക്ഷണ സമിതി സെക്രട്ടറിമാരായ വിനോദ്, പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു. കാരമുക്ക് ഒഫൻഡേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ആദരവും നടത്തി. ശ്രീനാരായണ ഗുപ്ത സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് ഷൈൻ കാളാനി ഉപഹാര സമർപ്പണം നിർവഹിച്ചു. ജനപ്രതിനിധികളായ ധർമ്മൻ പറത്താട്ടിൽ, ബിന്ദു സതീഷ്, രക്ഷാധികാരികളായ ഡോക്ടർ സജീഷ്, P വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച അന്തിക്കാട് പ്രസ് ക്ലബ് സെക്രട്ടറി സജീവൻ കാരമുക്ക്, ഷബിനി ലിഗേഷ്, ബെന്നി ഫിറ്റ്മാൻ, ഡോക്ടർ ഉർസുല ബിനോയ്, TS സജീവൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് സംസ്ഥാന തലത്തിൽ 2ാം സ്ഥാനത്തിനുള്ള പുരസ്കാരം എളവള്ളി ഗ്രാമപഞ്ചായത്തിന്. ആഗോളതാപനം ചെറുക്കൽ, തദ്ദേശ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കൽ എന്നിവ ലക്ഷ്യമിട്ട് എളവള്ളി പഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിന്റെ അംഗീകാരമായാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുരസ്കാരം എളവള്ളി പഞ്ചായത്തിന് ലഭിച്ചത്. പരിസ്ഥിതി സംരക്ഷണം, മണ്ണ് സംരക്ഷണം, ആവാസ വ്യവസ്ഥയുടെ പരിപാലനം, ജലസംരക്ഷണം എന്നിവയിലുള്ള പ്രവർത്തനങ്ങളാണ് അവാർഡിന് പരിഗണിച്ചത്. 50,000 രൂപയും പ്രശസ്തി പത്രവുമാണ് സമ്മാനമായി ലഭിക്കുക. ചെയർമാൻ ജിയോഫോക്സ്, കൺവീനർ CT ജാൻസി, പഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, ആഷിഖ് വലിയകത്ത്, KP രാജു, KA പ്രേമൻ, MG പ്രശാന്തി, സരസ്വതി അജയൻ എന്നിവരാണ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. പുതിയ തലമുറയ്ക്ക് ഭൂമിയിലെ നിലനിൽപ്പ് സാധ്യമാകുന്നതിന് വേണ്ടിയുള്ള പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ജൈവ വൈവിധ്യ അവാർഡെന്ന് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റും ജൈവ വൈവിധ്യ പരിപാലന സമിതി ചെയർമാനുമായ ജിയോഫോക്സ് വ്യക്തമാക്കി. എറിയാട് പഞ്ചായത്തിൽ വാതക ശ്മശാനം പ്രവർത്തനം ആരംഭിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി KA ഹഫ്സൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PK അസീം, സാറാബി ഉമ്മർ, നജ്മൽ ഷക്കീർ തുടങ്ങിയവർ സംസാരിച്ചു. നിദ്ര എന്ന പേരിലുള്ള വാതക ക്രിമിറ്റോറിയം ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. സാധാരണ ഈ ക്രിമിറ്റോറിയങ്ങളുടെ ഉദ്ഘാടനം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ രീതിയിലൊരു പ്രശ്നമുള്ള കാര്യമാണ്. നമ്മുടെ
പെരിഞ്ചേരിയിൽ കിണറ്റിൽ വീണ വീട്ടമ്മയെ ഫയർഫോഴ്സ് എത്തുന്നതുവരെ കിണറ്റിലിറങ്ങി സംരക്ഷിച്ചു നിർത്തിയ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ ജനമൈത്രി സമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കിണറ്റിലിറങ്ങിയ CPO TN പ്രദീപ്, ടീം അംഗങ്ങളായ SI MS ഷാജു, CPOമാരായ അനീഷ് കൊടകര, അജിത് കുമാർ എന്നിവരെയാണ് ജനമൈത്രി സമിതി അനുമോദിച്ചത്. സബ് ഇൻസ്പെക്ടർ പ്രദീപൻ ഉപഹാരം നൽകി. ജനമൈത്രി സമിതി കോർഡിനേറ്റർ പ്രദീപ് വലിയങ്ങോട്ട്, KR സിദ്ധാർത്ഥൻ, MS അലക്സ്, ഇക്ബാൽ ബാബു, MG അഭിലാഷ്, CPO സിദ്ധി തുടങ്ങിയവർ സംസാരിച്ചു. അബദ്ധത്തിൽ കിണറ്റിൽ വീണ പുളിക്കൽ വീട്ടിൽ ലിജിക്കാണ് പോലീസ് രക്ഷകരായത്. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയും ലൈബ്രറി കൗൺസിലും സംയുക്തമായി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ചാലക്കുടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി NS വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക കൃപാകൃഷ്ണൻ, നാടിപ്പാറ പിറവി വായനശാല പ്രസിഡന്റ് VS സുബീഷ്, മഞ്ജു സജി, KM ഗീത, പ്രിൻഡി പ്രദീപ്, നിധീഷ് ഗോപി എന്നിവർ സംസാരിച്ചു. മണലും മെറ്റലും കൊണ്ട് പാർലിക്കാട് വെള്ളത്തിരുത്തി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുലാഭാരം. പാർലിക്കാട് സ്വദേശി ഡോക്ടർ ഐശ്വര്യ സുരേഷാണ് വേറിട്ട വഴിപാട് നടത്തിയത്. ക്ഷേത്രത്തിൽ പുതിയ തുലാഭാര തട്ടും സമർപ്പിച്ചു. കെട്ടിട നിർമ്മാണ കരാറുകാരനാണ് സുരേഷ്. ഒരു കാലഘട്ടത്തിൽ നാടകവേദിയിലെ തിരക്കേറിയ കലാകാരനായിരുന്നു കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി. ഇപ്പോൾ ആരവമൊഴിഞ്ഞ വേദി കണക്കെ ജീവിത സായാഹ്നത്തിൽ ഓർമ്മകളുടെ തിരശ്ശീലയിൽ കണ്ണുനട്ടിരിക്കുകയാണ് ഈ കലാകാരൻ. രചന, സംവിധാനം, രംഗപടം, അഭിനയം, ഗാനരചന എന്നിങ്ങനെ നാടകത്തിന്റെ സമസ്ത മേഖലയിലും കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള കൃഷ്ണൻകുട്ടി നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം മുതൽക്കേ ചിത്രരചനയിലും അഭിനയത്തിലും മികവ് തെളിയിച്ച കൃഷ്ണൻകുട്ടി 1964 സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അവതരിപ്പിച്ച വിധി എന്ന നാടകത്തിലൂടെയാണ് അരങ്ങിലെത്തിയത്. 1973 മുതൽ പ്രൊഫഷണൽ നാടകങ്ങളുടെ ഭാഗമായി. 1979 സ്വയം പ്രഭ എന്ന പേരിൽ സ്വന്തം നാടക ട്രൂപ്പ് രൂപീകരിച്ചു. അദ്വാന്തം എന്ന സ്വന്തം നാടകത്തിൽ ജഗന്നാഥവർമ്മ, PN ബാലകൃഷ്ണപിള്ള തുടങ്ങിയ പ്രഗത്ഭരായ കലാകാരന്മാരെ താരങ്ങളാക്കി കൃഷ്ണൻകുട്ടി. ഏകദേശം 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നീട് സേവ്യർ പുൽപ്പാട്ട്, കഴിമ്പ്രം വിജയൻ തുടങ്ങി അക്കാലത്തെ പ്രശസ്ത സംവിധായകരുടെ ഒട്ടനവധി നാടകങ്ങളിൽ അഭിനേതാവായി. നാടകരംഗത്തെ സംഭാവനകൾ കണക്കിലെടുത്ത് 2020 കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി ആദരിച്ചു. ഇതിനു പുറമെ നിരവധി പുരസ്കാരങ്ങൾക്കും ഇദ്ദേഹം അർഹനായി. കലയോടുള്ള ആത്മാർത്ഥത കൊണ്ട് ജീവിതം ഭദ്രമാക്കാൻ മറന്നുപോയ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി സമ്പത്ത് കൂട്ടിച്ചേർത്തില്ലെങ്കിലും കലാജീവിതത്തിൽ നല്ല നാളുകളും നിരവധി ശിഷ്യരെയും സമ്പാദിച്ചുവെന്ന അഭിമാനം കാത്തു സൂക്ഷിക്കുകയാണിന്നും. ശരിക്കും 3500-ലേറെ അഭിനയിച്ചിട്ട് മാത്രം സംവിധാനം ഒരു 10-80ഓളം സമിതികൾക്കുണ്ട്. അത് ഈ ട്രൂപ്പിൽ പോണ കാരണം അധികം ചെയ്യാൻ പറ്റില്ല. പിന്നെന്ന് വെച്ചാൽ ഒരു മടുപ്പ് വന്നു രണ്ടോടം ചെയ്യുമ്പോൾ. കാരണം ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ സംഖ്യ കിട്ടുന്നില്ല. എല്ലാവരും നമ്മളിട്ട് വെച്ചു. ശരിക്കും പറഞ്ഞാൽ 3 സെൻറ്റ് ഭൂമി എടുക്കാനുള്ള കാശ് എല്ലാവരും കൂടി ചെയ്യുന്നതിനെ പറ്റിച്ചിട്ടുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ. അപ്പോൾ ഒന്നും നേടിയില്ല എന്നുള്ളൊരു മനോവിഷമം സ്വയം ഉണ്ട്. കാരണം കലയുടെ രൂപം മാറിയ പുതിയ കാലഘട്ടത്തിൽ കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന കലാകാരന്മാർ വെറും ഫ്ലാഷ് ബാക്ക് കഥാപാത്രമാണ്. എങ്കിലും ജീവിത സായാഹ്നത്തിൽ തൻ്റെ കഥാപാത്രങ്ങളെപ്പോലെ ഇന്നലകളുടെ വേദികളെ അനശ്വരമാക്കിയ ഓർമ്മകളുമായി ഈ കലാകാരൻ മനസ്സിലെ വേദിയിൽ പല വേഷങ്ങൾ അണിഞ്ഞഭിനയിക്കുകയാണ് ഇന്നും. TCV കൊടുങ്ങല്ലൂർ. ദേശീയ പൊതുപണിമുടക്ക് പാവറട്ടി മേഖലയിൽ പൂർണ്ണം. പണിമുടക്കിന്റെ ഭാഗമായി പാവറട്ടിയിൽ റാലിയും പൊതുയോഗവും നടത്തി. പാവറട്ടി പള്ളി നടയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ CITU സംസ്ഥാന സെക്രട്ടറി KK പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. AITUC മണലൂർ മണ്ഡലം സെക്രട്ടറി PS ജയൻ അധ്യക്ഷത വഹിച്ചു. CITU മണലൂർ ഏരിയ സെക്രട്ടറി VG സുബ്രഹ്മണ്യൻ, CK വിജയൻ, സാംസൺ ചിരിയങ്കണ്ടത്ത്, TV ഹരിദാസ്, PA രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു.
ഇരിങ്ങാലക്കുടയിൽ ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് LDFന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പൊതുയോഗം AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ പ്രസിഡന്റ് CD സിജിത്ത് അധ്യക്ഷനായിരുന്നു. ഉല്ലാസ് കളക്കാട്ട്, KK ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള മേഖലയിൽ പൊതുപണിമുടക്ക് പൂർണ്ണം. KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. ടൗൺ മേഖലകളിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. പഞ്ചായത്ത് ഓഫീസുകളും സർക്കാർ ഓഫീസുകളും പ്രവർത്തിച്ചില്ല. സമരാനുകൂലികൾ പ്രകടനം നടത്തി. പോസ്റ്റ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ പൊതുപണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാട്ടികയിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. നാട്ടിക സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം തൃപ്രയാർ BSNL ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം HMS ജില്ലാ ജനറൽ സെക്രട്ടറി KS ജോഷി ഉദ്ഘാടനം ചെയ്തു. കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ KS അജയൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ ജിഹാസ് ജമാൽ, ട്രേഡ് യൂണിയൻ നേതാക്കളായ CS മണി, UK ഗോപാലൻ, B ശ്രീകുമാർ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. സംയുക്ത ട്രേഡ് യൂണിയൻ നടത്തുന്ന പണിമുടക്ക് ചാവക്കാട് മേഖലയിൽ പൂർണ്ണം. നഗരത്തിലുൾപ്പെടെ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ ഓഫീസുകൾ ഭൂരിഭാഗം തുറന്ന് പ്രവർത്തിച്ചിട്ടില്ല. ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷനിൽ ട്രഷറി ഉൾപ്പെടെ 7 ഓഫീസുകളാണ് തുറന്ന് പ്രവർത്തിച്ചത്. ദീർഘദൂര ചരക്ക് വാഹനങ്ങൾ സമരാനുകൂലികൾ തടഞ്ഞു. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് പന്നിത്തടം സെന്ററിൽ INTUC ജനറൽ വർക്കേഴ്സ് ചുമട്ട് തൊഴിലാളികൾ പ്രതിഷേധ റാലിയും ധർണയും നടത്തി. യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അക്ബർ അലി, ട്രഷറർ സലാം വലിയകത്ത്, രക്ഷാധികാരികളായ MP സിജോ, PU പ്രകാശൻ, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ സെക്രട്ടറി CG ജാക്സൺ എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി CITUവിന്റെ നേതൃത്വത്തിൽ ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം കൊച്ചിൻ പാലം ചുറ്റി ചെറുതുരുത്തി സെന്ററിൽ സമാപിച്ചു. CITU വള്ളത്തോൾ ഏരിയ സെക്രട്ടറി VA ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CITU കോർഡിനേഷൻ കമ്മിറ്റി സെക്രട്ടറി ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരായ സാജൻ, M സുലൈമാൻ, KR ഗിരീഷ്, CR സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പണിമുടക്കിനോടനുബന്ധിച്ച് വടക്കാഞ്ചേരിയിൽ സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MR സോമനാരായണൻ, MA വേലായുധൻ, NK പ്രമോദ് കുമാർ, EM സതീശൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നമ്മുടെ രാജ്യത്തിന്റെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അടിയറ വയ്ക്കുന്ന സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. സംയുക്ത ട്രേഡ് യൂണിയൻ ചാവക്കാട് നടത്തിയ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ നാട്ടിലെ ഏതാണ്ട് 140 കോടിയോളം വരുന്ന മനുഷ്യർക്ക് അവകാശപ്പെട്ട പൊതുസമ്പത്ത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ചുളുവിലക്ക് നൽകുകയാണ്. എത്രയോ പതിറ്റാണ്ടുകളായി ഈ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ഈ നാടിന്റെ സമ്പദ്ഘടനയിലേക്ക് കോടാനുകോടി രൂപ നൽകിയ എല്ലാ ബൃഹത്തായ സ്ഥാപനങ്ങളും കോർപ്പറേറ്റ് മുതലാളിമാരുടെ കാലിൽ അടിയറ വെക്കുന്ന കോർപ്പറേറ്റ് ദാസ്യമാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ചെയ്യുന്നത്. CITU ചാവക്കാട് ഏരിയ പ്രസിഡന്റ് KM അലി അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം NK അക്ബർ MLA, AITUC മണ്ഡലം സെക്രട്ടറി A സതീന്ദ്രൻ, കർഷക തൊഴിലാളി ഏരിയ പ്രസിഡന്റ് AH അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. കൊടുങ്ങല്ലൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന പൊതുയോഗം AITUC തൃശൂർ ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ ജോയിന്റ് സെക്രട്ടറി KA വർഗീസ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം മുസ്താഖ് അലി, AITUC മണ്ഡലം സെക്രട്ടറി PP സുഭാഷ്, NGO യൂണിയൻ ജില്ലാ ട്രഷറർ OP ബിജോയ്, AITUC മണ്ഡലം പ്രസിഡന്റ് KA രാമൻ തുടങ്ങിയവർ സംസാരിച്ചു.
ആവശ്യങ്ങളാണ് ഈ പൊതുപണി. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കൊടകരയിൽ ടെലികോം ഓഫീസ് മാർച്ചും ധർണയും നടന്നു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് PR പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ കമ്മിറ്റി അംഗം TK പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് CM ബബീഷ്, CITU നേതാക്കളായ PG വാസുദേവൻ നായർ, MK മോഹനൻ, സന്തോഷ് പാറളം, KD അപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ പണിമുടക്ക് പുതുക്കാട് മേഖലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. ദേശീയപാതയിലും തിരക്ക് കുറവായിരുന്നു. ചുരുക്കം ചില ദീർഘദൂര KSRTC ബസ്സുകൾ സർവീസ് നടത്തി. പുതുക്കാട് KSRTC ഡിപ്പോയിൽ നിന്ന് ബസ്സുകൾ സർവീസ് നടത്തിയില്ല. ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പുതുക്കാട്, ആമ്പല്ലൂർ, വരന്തരപ്പള്ളി എന്നിവിടങ്ങളിൽ പ്രകടനം നടന്നു. വരന്തരപ്പള്ളി മേഖലയിലും കടകൾ തുറന്നു പ്രവർത്തിച്ചില്ല. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ജനദ്രോഹ നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്ക് എരുമപ്പെട്ടി മേഖലയിൽ പൂർണ്ണം. വ്യാപാര സ്ഥാപനങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും തുറന്നു പ്രവർത്തിച്ചില്ല. മേഖലയിൽ തുറന്നു പ്രവർത്തിച്ച ബാങ്കുകൾ സമരാനുകൂലികൾ അടപ്പിച്ചു. സംയുക്ത ട്രേഡ് യൂണിയൻ എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ പ്രകടനം നടത്തി. നെല്ലുവായ് സെന്ററിൽ നിന്നും ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം CITU വടക്കാഞ്ചേരി ഏരിയ പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. AITUC മണ്ഡലം കമ്മിറ്റി അംഗം TK മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് എംപ്ലോയീസ് യൂണിയൻ ഏരിയ സെക്രട്ടറി MS സിദ്ധൻ, CPM ലോക്കൽ സെക്രട്ടറി PD അബാൽമണി, മഹിളാ അസോസിയേഷൻ മേഖലാ സെക്രട്ടറി സുമന സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയും പാവറട്ടി ജനകീയ ചലച്ചിത്രവേദിയും സംയുക്തമായി ഒരുക്കുന്ന വഴിയമ്പലം തേടി എന്ന ഡോക്യുമെന്ററിയുടെ ടീസർ പുറത്തിറങ്ങി. ടീസറിന്റെ പ്രകാശനം സായ് സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഡയറക്ടർ സ്വാമി ഹരിനാരായണൻ നിർവഹിച്ചു. റജി വിളക്കാട്ടുപാടം, സന്തോഷ് ദേശമംഗലം, റാഫി നീലങ്കാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടിലെ വഴിയമ്പലങ്ങളുടെയും അത്താണികളുടെയും ചരിത്രവും വർത്തമാനവും പ്രതിപാദിക്കുന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാണം ഗുരുവായൂർ സായ് സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റാണ് നിർവഹിക്കുന്നത്. ഡോക്യുമെന്ററിയുടെ രചനയും സംവിധാനവും റാഫി നീലങ്കാവിലും, എഡിറ്റിംഗ് ഷിജോ ചൊവ്വല്ലൂരും, ക്യാമറ ജസ്റ്റിൻ ജോസ്, നിയോ ജോസഫ്, നോയൽ ജോസഫ് എന്നിവരും, ഏകോപനം റജി വിളക്കാട്ടുപാടവുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പന്നിത്തടം സംയുക്ത തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പൊതുയോഗം CITU നേതാവ് ഡോക്ടർ KD രാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് നൌഷാദ് അധ്യക്ഷനായി. CITU പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ, തൊഴിലാളി നേതാക്കളായ PA ഉണ്ണികൃഷ്ണൻ, PS പുരുഷോത്തമൻ, V ശങ്കരനാരായണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കുന്നംകുളം നഗരത്തിൽ സമരാനുകൂലികൾ പ്രകടനവും പൊതുയോഗവും നടത്തി. പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പൊതുയോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. EA ദിനമണി അധ്യക്ഷനായി. യോഗത്തിൽ TP ജോസഫ്, ജയമോൾ ജയറാം, സന്തോഷ്, സേവ്യർ മണ്ടുപ്പാൽ, പ്രേമൻ ചൂണ്ടലാത്ത്, സുഗു ഇട്ടിച്ചൻ, MK പ്രേമലത തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂരിലെ ജീവകാരുണ്യ സംഘടനയായ ഹൃദയ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം പെരിങ്ങണ്ടൂർ പോപ്പോൾ മേഴ്സി ഹോമിന് സമ്മാനിച്ചു. പോപ്പോൾ മേഴ്സി ഹോമിൽ നടന്ന പുരസ്കാര സമർപ്പണം ഡോക്ടർ MB അബ്ദുൾ സമദ് സമദാനി MB ഉദ്ഘാടനം ചെയ്തു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട്ട് ഏറ്റുവാങ്ങി. കരുതിക്കൂട്ടി വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന കരുണ പറ്റിയ സമൂഹമായി നാട് മാറിയെന്ന് അബ്ദുൾ സമദ് സമദാനി പറഞ്ഞു. സ്നേഹശൂന്യതയാണ് ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഈ സാഹചര്യത്തിലാണ് ഹൃദയ ഫൗണ്ടേഷന്റെ നന്മയുള്ള പ്രവൃത്തി എന്നത് പ്രശംസനീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹൃദയ ഫൗണ്ടേഷൻ ചെയർമാൻ ജോസ് വള്ളൂർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കവയിത്രി ശ്രീദേവി അമ്പലപുരം മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ കൗൺസിലർ മധു അമ്പലപുരം, ഹൃദയ ഫൗണ്ടേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ട്രഷറർ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പിള്ളി
എക്സിക്യൂട്ടീവ് അംഗം എൽദോ തോമസ്, പോപ്പോൾ മേഴ്സി ഹോം അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് ചിറ്റിലപ്പള്ളി എന്നിവർ പങ്കെടുത്തു. തുടർന്ന് മേഴ്സി ഹോമിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ബുദ്ധിവൈകല്യമുള്ള 300-ലധികം കുട്ടികളെ പരിശീലിപ്പിക്കുകയും എയ്ഡ്സ് രോഗികളുടെ പുനരധിവാസവും മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള ചികിത്സയും തളർന്ന രോഗികൾക്കുള്ള പരിപാലനവും നൽകുന്നതാണ് പോപ്പോൾ മേഴ്സി ഹോമിനെ അവാർഡിന് അർഹമാക്കിയത്. തൃശൂരിലെ 1000-ഓളം വ്യക്തികളുടെ കൂട്ടായ്മയായ ഹൃദയ ഫൗണ്ടേഷൻ 365 ദിവസവും സൗജന്യ ഡയാലിസിസ്, സൗജന്യ കീമോതെറാപ്പി, നിർധനർക്കുള്ള ചികിത്സാ സഹായങ്ങൾ, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, ഭവനരഹിതരായവർക്ക് വീട് എന്നിങ്ങനെയുള്ള സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി മാതൃക സൃഷ്ടിക്കുകയാണ്. പറപ്പൂക്കര പഞ്ചായത്ത് കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ ഓണക്കാല കൃഷിക്ക് തുടക്കമായി. പുതുക്കാട് മണ്ഡലം പൊലിമ പദ്ധതിയുടെ ഭാഗമായി പന്തലൂരിൽ നടന്ന കൃഷിയിറക്കലിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കാർത്തിക ജയൻ, പഞ്ചായത്ത് അംഗം നന്ദിനി സതീശൻ, കൃഷി ഓഫീസർ MR അനീറ്റ, കാർഷിക കർമ്മസേന പ്രസിഡന്റ് K സുധാകരൻ എന്നിവർ സംസാരിച്ചു. പണിമുടക്ക് ദിവസം റോഡിലെ ചെളി മൂടിയ മുന്നറിയിപ്പ് റിഫ്ലക്ടറുകൾ വൃത്തിയാക്കി ശ്രദ്ധ നേടി തൃശൂരിലെ ഡ്രൈവിംഗ് സ്കൂൾ മാഷ് കൃഷ്ണകുമാർ. ഒല്ലൂരിലെ റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള മുന്നറിയിപ്പ് ബോർഡുകളാണ് ഇത്തരത്തിൽ വൃത്തിയാക്കിയത്. പലപ്പോഴും ഇവ ചെളി മൂടി കാണാൻ പറ്റാതെ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതാത് മേഖലകളിലെ ഇത്തരം ബോർഡുകൾ വൃത്തിയായി സൂക്ഷിച്ചാൽ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാനാകുമെന്ന് കൃഷ്ണകുമാർ പറയുന്നു. കളരിപ്പണിക്കർ ഗണക കണിശ ജ്യോതിഷ സഭ പുറത്തിറക്കുന്ന 1201 ആണ്ടിലെ ആർഷഭാരത പഞ്ചാംഗത്തിന്റെ സംസ്ഥാനതല പ്രകാശനം തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ ശ്രീമദ് വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ബോധി നിർവഹിച്ചു. ജ്യോതിഷ സഭ ജനറൽ സെക്രട്ടറി ദേശമംഗലം മനോജ് പണിക്കർ പഞ്ചാംഗം കൈമാറി. KGKS തൃശൂർ ജില്ലാ സെക്രട്ടറി രാജേഷ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. ജ്യോതിഷസഭ സംസ്ഥാന ട്രഷറർ CS മാധവ പണിക്കർ, ജ്യോതിഷസഭ തൃശൂർ ജില്ലാ സെക്രട്ടറി KN വിശ്വനാഥ് പണിക്കർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PK ജയചന്ദ്രൻ, MKS പണിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ദേശീയ പാർട്ടികൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് ബന്ദായി. പണിമുടക്കിൽ വലഞ്ഞ ജനം. ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വാക്ക് പാഴ്വാക്കായി. KSRTCയിലെ ബഹുഭൂരിപക്ഷം ജീവനക്കാരും പണിമുടക്കി. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പണിമുടക്കിൽ തുറന്നു പ്രവർത്തിച്ച ഹോട്ടൽ 50ഓളം വരുന്ന സംഘം അടിച്ചു തകർത്തു. പടിഞ്ഞാറേ നടയിലെ വസ്ത്രസ്ഥാപനത്തിലെ സാധനങ്ങൾ റോഡിലേക്ക് എറിഞ്ഞു. പട്ടിക്കാട് തുറന്നു പ്രവർത്തിച്ച സൂപ്പർ മാർക്കറ്റ് സമരാനുകൂലികൾ അടപ്പിച്ചു. പാലിയേക്കര ടോൾ പിരിവിൽ ദേശീയപാത അതോറിറ്റിക്ക് ഹൈക്കോടതിയുടെ വിമർശനം. ടോൾ പിരിവ് നിർത്തലാക്കുമെന്ന് ഹൈക്കോടതി മുന്നറിയിപ്പ്. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുവാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് K രാധാകൃഷ്ണൻ MP. കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ സമയമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത് നൽകിയത്. വെള്ളാങ്കല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർന്നുണ്ടായ അപകടം. തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ദമ്പതികളിൽ ഭാര്യ മരിച്ചു. വെള്ളാങ്കല്ലൂർ സ്വദേശിനി ജയശ്രീയാണ് മരിച്ചത്. ഗുരുവായൂർ തൈക്കാട് ഹാഷിഷ് ഓയിലുമായി യുവാവിനെ ചാവക്കാട് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കണ്ടാണശ്ശേരി സ്വദേശി അൻസാറാണ് അറസ്റ്റിലായത്. കാലം ചെയ്ത ഡോക്ടർ മാർ അപ്രേ മെത്രാപ്പൊലീത്തയുടെ കബറടക്കം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെ നടക്കും. മാർത്തുമറിയം പള്ളിയങ്കണത്തിലെ കുരുവിളയച്ചൻ പള്ളിയിലാണ് കബറടക്കം. പൊതുദർശനം തുടരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.